സയ്യിദ് റഹ്മാൻ ബാഫക്കി തങ്ങളാണ് 1945 കാര്യവട്ടത്ത് ചേർന്ന സമസ്തയുടെ 16ാം മഹാസമ്മേളനത്തിൽ ഇന്ത്യ സ്വതന്ത്രമാകാൻ പോകുന്നത് കൊണ്ട് നമുക്ക് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ സ്കൂളുകളിൽ മതം പഠിപ്പിച്ചിരുന്നത് പോലെ ഇനി കഴിയില്ല, സ്വതന്ത്ര ഭാരതം മതേതരമാകുമ്പോൾ നമുക്ക് സ്വന്തമായി മദ്രസകൾ വേണ്ടിവരും എന്ന ഒരു ഉത്ബോധനം ദീർഘദൃഷ്ടിയോടുകൂടി സ്വാതന്ത്ര്യത്തിൻ്റെ 2 വർഷം മുമ്പ് ഈ ഉമ്മത്തിന് ബാഫക്കി തങ്ങൾ നൽകി. അദ്ദേഹത്തിൻ്റെ ആ ദിശാബോധത്തോടു കൂടിയുള്ള പ്രഭാഷണം സമൂഹം ഉൾക്കൊള്ളുകയും സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമായുടെ മഹോന്നതരായ പണ്ഡിതന്മാർ അത് ചർച്ച ചെയ്യുകയും ചെയ്തുകൊണ്ടാണ് 1951 സെപ്റ്റംബർ മാസം 17-ാം തീയതി വാളക്കുളത്ത് വെച്ച് വിദ്യാഭ്യാസ ബോർഡ് എന്ന് പറയുന്ന സംവിധാനത്തിന് രൂപകൽപ്പന നൽകുന്നത്. ആ രൂപകൽപ്പന നൽകിയ സമയത്ത് വളരെ ചെറുതായി തുടങ്ങിയ വലിയൊരു സംവിധാനമാണിത്. അന്ന് നിങ്ങൾക്കറിയാം, അന്നത്തെ അതിൻ്റെ സാമ്പത്തിക ശേഷി എന്ന് പറയുന്നത് ആ രൂപീകരണ യോഗത്തിൽ ചേർന്നിരുന്ന ആളുകൾ ഒരു 17 രൂപ ഓരോരുത്തർ ഓരോ രൂപ വീതം കൊടുക്കുകയും 25 രൂപ ബഹുമാനപ്പെട്ട അബ്ദുൽ ബാരി ഉസ്താദ് കൊടുക്കുകയും 5 രൂപ അദ്ദേഹത്തിൻ്റെ അളിയൻ കോഴിക്കോടൻ കുഞ്ഞാമൂട്ടിയാച്ചി, അദ്ദേഹം കോഴിക്കോട്ടുകാരനല്ല, വളക്കുളത്തുകാരൻ തന്നെയാണ്, അദ്ദേഹത്തിൻ്റെ ഇനീഷ്യലാണത്. അദ്ദേഹം 5 രൂപ കൊടുക്കുകയും ചെയ്ത ആ 17ഉം 5ഉം 25ഉം കൂടി ഒരു 47 രൂപയിലാണ് ആരംഭിച്ചത്. ശേഷം അതിനു വേണ്ട ആദ്യത്തെ ഫണ്ട് പിരിക്കാൻ കൊയിലാണ്ടിയിൽ ഒരു നീണ്ട മതപ്രഭാഷണ പരമ്പര വെച്ച് 300 രൂപ അന്ന് പിരിച്ചെടുത്തത് ബഹുമാനപ്പെട്ട സയ്യിദ് റഹ്മാൻ ബാഫക്കി തങ്ങളാണ്. അങ്ങനെ വിദ്യാഭ്യാസ ബോർഡ് വളർന്നു വലുതായി ഇന്നതിൻ്റെ വികസന പ്രക്രിയയിൽ നിങ്ങൾ പരിശോധിച്ചാൽ ഒരു 47 രൂപ കൊണ്ട് തുടങ്ങി ഒരു 300 രൂപ വഴുതിൽ പിരിച്ചു തുടങ്ങി ഇന്ന് വിദ്യാഭ്യാസ ബോർഡിൻ്റെ ഓഫീസ് ഒരു മാസം ക്രമപ്രകാരം ചലിക്കണമെങ്കിൽ ചുരുങ്ങിയത് 55 ലക്ഷം രൂപ വേണം. അത്ര വലിയൊരു സംവിധാനത്തിലേക്ക് വിദ്യാഭ്യാസ ബോർഡ് എത്തുകയും ഏറ്റവും വലിയൊരു മതവിദ്യാഭ്യാസ സംവിധാനം നമ്മുടെ കയ്യിൽ ഭദ്രമായി നിൽക്കുകയും ചെയ്യുന്നുവെന്ന വസ്തുത നിങ്ങൾ ഓർക്കണം. 1952 ഓഗസ്റ്റ് 26-ന് 10 മദ്രസകൾക്ക് അംഗീകാരം നൽകിക്കൊണ്ടാണ് വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസ രജിസ്ട്രേഷൻ പ്രക്രിയ ആരംഭിക്കുന്നത്. അവിടുന്ന് അങ്ങോട്ട് പിന്നെ നിരന്തരം ഓരോ വിദ്യാഭ്യാസ ബോർഡിന്റെ എക്സിക്യൂട്ടീവ് മീറ്റിങ്ങിലും മദ്രസകൾ അംഗീകരിക്കും, ആളുകൾ മദ്രസ അംഗീകരിക്കാൻ വേണ്ടി അപേക്ഷ തരും, ആ മദ്രസകൾ ക്രമപ്രകാരം നടത്തിക്കൊണ്ടുപോകും. വിദ്യാഭ്യാസ ബോർഡും ബ്രഞ്ച് ജംഇയ്യത്തുൽ മുഅല്ലിമീനും അതുപോലെ തന്നെ വിദ്യാഭ്യാസ ബോർഡിന്റെ അനുബന്ധ സംവിധാനങ്ങളുമൊക്കെ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ആശയാധിഷ്ഠിതമായ പ്രവർത്തനം ഭംഗിയായി ഓരോ ഗ്രാമങ്ങളിലും നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ ബഹിസ്ഫുരണമാണ് കേരളം ഇന്ന് അനുഭവിക്കുന്ന കൂട്ടായ്മയും അതുപോലെ തന്നെ ഉലമാ ഉമറ ഭദ്രതയും മതബോധത്തിന്റെ ഈ അടിത്തറയും ഒക്കെ എന്ന് ചരിത്രം പരിശോധിക്കുമ്പോൾ ഏതൊരാൾക്കും കൃത്യമായി ബോധ്യപ്പെടും. ഇന്ന് നമ്മുടെ മുമ്പിൽ കേരളത്തിലും കേരളത്തിന് പുറത്തുമായി 10,761 മദ്രസകൾ ഭംഗിയായി പ്രവർത്തിക്കുന്നുണ്ട്. അത്രയും മദ്രസകൾ ഭംഗിയായി പ്രവർത്തിക്കുമ്പോൾ ഈ മദ്രസ രംഗത്ത് ഇവിടെ ഈ സദസ്സിലിരിക്കുന്ന മുഅല്ലിങ്ങളെ പോലെ തന്നെ നമ്മൾ എപ്പോഴും പറയും 1,838 MSR എടുത്ത മുഅല്ലിങ്ങളാണ് ഇപ്പോഴുള്ളത് എന്നത് വിദ്യാഭ്യാസ ബോർഡിന്റെ കൃത്യമായ പുതിയ കണക്കാണ്. 1,00,000 മുഅല്ലിമീങ്ങൾ എന്ന് നമ്മൾ പറയാറുണ്ട്. കൃത്യമായി പറഞ്ഞാൽ MSR ഉള്ള മുഅല്ലിമീങ്ങൾ 1,838 പേരാണ്. MSR ഇല്ലാത്ത ഒരുപാട് മുഅല്ലിമീങ്ങളുണ്ട്. ക്രമപ്രകാരം MSR സൂക്ഷിക്കാതെ ഈ രംഗത്ത് പ്രവർത്തിക്കുന്ന ധാരാളം സേവകരുണ്ട്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ 11,27,435 പൊതുപരീക്ഷയ്ക്ക് വേണ്ടി മൊത്തം കണക്കെടുക്കുമ്പോൾ വിദ്യാഭ്യാസ ബോർഡിന്റെ പുതിയ കണക്കനുസരിച്ച് 11,27,435 കുട്ടികൾ ഈ സംവിധാനത്തിന്റെ കീഴിൽ കേരളത്തിന് പുറത്തുമായി പഠിച്ചുകൊണ്ടിരിക്കുന്നു. 11 ലക്ഷത്തിൽ പരം കുട്ടികളെ ഈ വിധം പഠിപ്പിക്കുന്ന ഒരു മതപഠന സംവിധാനം എന്ന് പറയുന്നത് ചെറിയ കാര്യമൊന്നുമല്ല. ഇതൊരു വലിയ വിപ്ലവം തന്നെയാണ്. ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും നടക്കാത്ത കാര്യമാണ് വളരെ മനോഹരമായി കേരളക്കരയിൽ നമ്മൾ നിർത്തിക്കൊണ്ടിരിക്കുന്നത്. ഇതിന് പുറമെ ഇതിന്റെ അനുബന്ധ സംവിധാനമായി മദ്രസ പോലെ തന്നെ ചെറിയ കുട്ടികൾക്ക് അറിവ് പകർന്നു കൊടുക്കുന്ന അൽബിർ സംവിധാനം നമുക്കുണ്ട്. അൽബിറിന്റെ കീഴിൽ 282 സ്ഥാപനങ്ങൾ പ്രീ പ്രൈമറി സ്കൂളുകളായും 62 സ്ഥാപനങ്ങൾ പ്രൈമറി സ്കൂളുകളായും പ്രവർത്തിക്കുന്നുണ്ട്. അത് നല്ലൊരു മോണ്ടിസോറി സംവിധാനമാണ്. നിങ്ങൾക്കറിയാം, മതവിദ്യാഭ്യാസത്തോടൊപ്പം നമ്മുടെ കുട്ടികൾക്ക് ഭൗതിക വിദ്യ കൂടി നൽകുന്ന വലിയൊരു സംവിധാനമാണിത്. അതിനു പുറമെ മുതിർന്ന കുട്ടികൾക്ക് മതപശ്ചാത്തലത്തിൽ തന്നെ ഭൗതിക വിദ്യ കൊടുക്കുന്നതിന് വേണ്ടി അൽബിർ പോലെ തന്നെയുള്ള ഉയർന്ന സംവിധാനമാണ് അസ്മി അഥവാ അസോസിയേഷൻ ഓഫ് സമസ്ത മൈനോറിറ്റി ഇൻസ്റ്റിറ്റ്യൂഷൻ എന്ന് പറയുന്ന സംവിധാനം. ആ അസ്മിയുടെ കീഴിൽ അത് വളരെ വലുതായി വരുന്നു. 282 സ്ഥാപനങ്ങൾ ഇന്ന് അതിന്റെ കീഴിൽ രജിസ്റ്റർ ചെയ്ത് പ്രവർത്തിക്കുന്നു. ഞാൻ പറയുന്നത് നമ്മുടെ കൈവശമുള്ള നമ്മൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടിരിക്കുന്ന ഈ വിശാലമായ മതവിദ്യാ സംവിധാനത്തിന്റെ
ഒരു വലിയ ഭാഗത്തെക്കുറിച്ചാണ്. അത് നമ്മൾ തന്നെ അതിനെക്കുറിച്ച് കൃത്യമായി ബോധവാന്മാരാകണം. ഇതൊക്കെ കൃത്യമായി പരിശോധിക്കാൻ ശമ്പളാടിസ്ഥാനത്തിൽ തന്നെ യോഗ്യരായ 111 മുഫത്തിഷുമാര്, ആവശ്യത്തിന് കാരിമാര്, ട്രെയിനർമാര്, മുജവ്വിദുമാര്, എല്ലാ രംഗത്തും കൃത്യമായ ഒരു സംവിധാനമായി, ഒരെണ്ണയിട്ട യന്ത്രം പോലെ മനോഹരമായി പ്രവർത്തിക്കുന്ന ഒരു സംവിധാനമാണ് സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡും അനുബന്ധ പ്രവർത്തനങ്ങളും. എല്ലാ മാസവും 2ാം ശനിയാഴ്ച കൃത്യമായി കോഴിക്കോട്ട് യോഗം ചേർന്ന് ഈ പ്രവർത്തനങ്ങളൊക്കെ വിലയിരുത്തി ഉസ്താദുമാരുടെ നിർദ്ദേശപ്രകാരം എല്ലാ പ്രശ്നങ്ങൾക്കും പരിഹാരം കണ്ട് അതിന്റെ പരീക്ഷാ നടത്തിപ്പും അനുബന്ധ സംവിധാനങ്ങളുമൊക്കെ വളരെയധികം ശാസ്ത്രീയമായി മുന്നോട്ട് കൊണ്ടുപോകുന്ന ഈ വലിയൊരു സംവിധാനം നമ്മളെ സംബന്ധിച്ചിടത്തോളം 1951 മുതൽ ഈ 2024 വരെ എത്തി നിൽക്കുമ്പോൾ ഇതിന്റെ പിന്നിൽ കട്ടപ്പെട്ട, പ്രവർത്തിച്ച, ബുദ്ധിമുട്ടിയ ഒരുപാട് ആളുകളുണ്ട്. അവർക്കൊക്കെ അല്ലാഹു മരണപ്പെട്ടു പോയവർക്ക് മഗ്ഫിറത്തും മർഹമത്തും പ്രദാനം ചെയ്യട്ടെ. ഇന്ന് ഇതിനു വേണ്ടി പ്രവർത്തിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. ഈ സദസ്സിലിരിക്കുന്ന ആളുകളൊക്കെ നല്ല തിരക്കുള്ളവരും എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ കെൽപ്പുള്ളവരും കഴിവുള്ളവരുമാണ്. ഒന്നിനും കഴിവില്ലാത്തവർ ഒരിക്കലും ഒരു സദസ്സിലേക്ക് നമ്മൾ വിളിച്ചു ചേർക്കില്ല. അവർ ഒരിക്കലും ഒരു സ്ഥാനത്ത് കൊണ്ടുപോയി ഇരുത്തുകയുമില്ല. ഒന്നിനും പറ്റാത്തവരെല്ലാം മറിച്ച് നല്ല തിരക്കുള്ളവരായിരിക്കും നമ്മുടെ ഭാരവാഹികൾ. ഒരു പ്രദേശത്തൊരു കമ്മിറ്റി രൂപീകരിക്കുമ്പോൾ അത് കൊണ്ടു നടക്കാനും അവിടെ ശരിക്കും ദിശനാപരമായ കാര്യങ്ങൾ തീരുമാനിക്കാനും കെൽപ്പുള്ള ആളുകളെയാണ് നമ്മൾ തിരഞ്ഞെടുക്കാറുള്ളത്. അല്ലാത്തവരതിന് തിരഞ്ഞെടുക്കില്ല. അതുകൊണ്ട് തന്നെ നമ്മൾ ഈ രംഗത്ത് ശ്രദ്ധിക്കേണ്ട, സൂക്ഷിക്കേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുണ്ട്. അതിൽപ്പെട്ട വളരെ പ്രധാനപ്പെട്ട ഒന്ന്, നമ്മൾ ഇതൊക്കെ നടത്തുന്നതിന്റെ ഒരു പ്രതിഫലനം അല്ലെങ്കിൽ ഇതിന്റെ ഒരു ഗുണഫലം പൂർണ്ണമായി നമുക്ക് ലഭ്യമാകാത്തത് എന്തുകൊണ്ട് എന്ന് നമ്മൾ അടിസ്ഥാനപരമായി ചിന്തിക്കേണ്ട കാലഘട്ടം അതിക്രമിച്ചിട്ടുണ്ട്. നമുക്ക് എന്താണ് ഇവിടെ കുറവുകൾ സംഭവിച്ചിട്ടുള്ളത്? ഞാൻ പറഞ്ഞതൊക്കെ നമ്മുടെ മികവാണ്. നമുക്ക് ഇത്ര മദ്രസയുണ്ട്, ഇത്ര സ്ഥാപനങ്ങളുണ്ട്, ഇത്ര ഭൗതിക വിദ്യാഭ്യാസ സ്ഥാപനമുണ്ട് എന്നൊക്കെ നമ്മൾ പറഞ്ഞു. ആ സംവിധാനം വളരെ വലുതാണെങ്കിലും നമ്മൾ എത്തി നിൽക്കുന്ന ഇവിടെ വെച്ചുകൊണ്ട് ഒരു സ്റ്റാറ്റിസ്റ്റിക്സ് നോക്കിയിട്ട് നമ്മളൊന്ന് പഠിക്കേണ്ട കാര്യമുണ്ട്. ഇപ്പോൾ അടുത്ത മാസം അഥവാ ഫെബ്രുവരി മാസം നമ്മുടെ പരീക്ഷ വരികയാണ്. സമസ്ത കേരള ഇസ്ലാം മത വിദ്യാഭ്യാസ ബോർഡിന്റെ പൊതുപരീക്ഷ വരികയാണ്. ആ പൊതുപരീക്ഷയുടെ കൃത്യമായ കണക്കെടുത്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് കാണാൻ കഴിയും 2024 നമ്മുടെ കുട്ടികൾ എഴുതാൻ പോകുന്ന 5ാം ക്ലാസ്സിലെയും 7ാം ക്ലാസ്സിലെയും 10ാം ക്ലാസ്സിലെയും 12ാം ക്ലാസ്സിലെയും പൊതുപരീക്ഷ. ഈ പൊതുപരീക്ഷയ്ക്ക് കുട്ടികൾ അപ്ലൈ ചെയ്ത് പരീക്ഷയ്ക്ക് റെഡിയായി നിൽക്കുന്ന കുട്ടികളുടെ എണ്ണക്കണക്ക് കൃത്യമായി നിങ്ങളൊന്ന് പരിശോധിച്ച് നോക്കൂ. ആ കണക്ക് പരിശോധിക്കുമ്പോഴാണ് നമ്മൾ അത്ഭുതപ്പെടുക. 5ാം ക്ലാസ്സിൽ 1,18,102 കുട്ടികൾ പരീക്ഷ എഴുതാൻ നിൽക്കുമ്പോൾ 7ാം ക്ലാസ്സിൽ 93,995 കുട്ടികളേ ഉള്ളൂ. എന്ന് പറഞ്ഞാൽ ഈ വ്യത്യാസം എന്ന് പറഞ്ഞാൽ ധാരാളം കുട്ടികൾ 5ാം ക്ലാസ്സിൽ വെച്ച് പഠനം നിർത്തി പോകുന്നു എന്നാണ് അതിന്റെ അർത്ഥം. 1ാം ക്ലാസ്സിൽ ചേരുന്ന ഇതേ കുട്ടി തന്നെയാണല്ലോ 5ലും 7ലും എത്തുന്നത്. എന്നാൽ അതിനു മുകളിൽ 10ാം ക്ലാസ്സിൽ പരീക്ഷ എഴുതാൻ പോകുന്ന കുട്ടി 42,327 ഉള്ളൂ. 42,000 ചുരുങ്ങി എന്ന് പറഞ്ഞാൽ നേർപകുതി പോലുമില്ല. കുട്ടികൾ ഇടയ്ക്ക് വെച്ച് പഠനം നിർത്തി പോകുന്നു. 12ാം ക്ലാസ്സിന്റെ കാര്യം പറയേണ്ട, 7,562 കുട്ടികളെ +2 എഴുതാൻ നിൽക്കുന്നുള്ളൂ. ഈ 12ാം ക്ലാസ് അവിടെ ഇരിക്കട്ടെ. കാരണം 10ാം ക്ലാസ് കഴിഞ്ഞാൽ കുട്ടികൾക്ക് പല മേഖലയിലേക്കും പോകാൻ നമ്മുടെ ഒരുപാട് സംവിധാനങ്ങളുണ്ട്. നമ്മുടെ സ്ഥാപനങ്ങളോടനുബന്ധമായി കുട്ടികൾക്ക് മതഭൗതിക സമന്വയ പഠന കേന്ദ്രങ്ങൾ ധാരാളമുണ്ട്. അതേസമയത്ത് 5ാം ക്ലാസ്സിൽ നിന്ന് കുട്ടികൾക്ക് പോകാൻ ദാറുഹുദ പോലുള്ള ചില്ലറ സംവിധാനങ്ങളേ ഉള്ളൂ. എങ്കിൽ പോലും നല്ലൊരു ശതമാനം കുട്ടികൾ അങ്ങോട്ടല്ല പോകുന്നത്. അവർ 5ാം ക്ലാസ്സിൽ വെച്ച് പഠനം പാടെ നിർത്തുകയാണ് ചെയ്യുന്നത്. എന്ന് പറഞ്ഞാൽ ഒരു 15 വയസ്സിന്റെ മുമ്പ് മതം പഠിച്ചു നിർത്തുന്ന കുട്ടികളാണ് നമ്മുടെ സമൂഹത്തിൽ ഭൂരിപക്ഷവും. പേരിനൊരു മദ്രസ പഠനം മാത്രം നമ്മൾ നല്ല കെട്ടിടം ഉണ്ടാക്കിയിട്ടുണ്ട്. ലക്ഷങ്ങളുടെ കെട്ടിടം, അതിനുവേണ്ടി വലിയ ഇൻവെസ്റ്റ്മെന്റ്. അത് രാവിലെ മുതൽ ഒരു 9 മണി വരെ വർക്ക് ചെയ്ത് പിന്നെ അടച്ചിടുന്ന ഡെഡ് ഇൻവെസ്റ്റ്മെന്റ് സംവിധാനം. ചത്ത നിക്ഷേപം എന്ന് പറയാൻ വലിയ കോടികളുടെ അല്ലെങ്കിൽ ലക്ഷങ്ങളുടെ ഒരു കെട്ടിടം രാവിലെ 2 മണിക്കൂർ മാത്രം ഉപയോഗിച്ച് ചില സ്ഥലത്ത് മാത്രം രാത്രി 2 മണിക്കൂർ ഉപയോഗിക്കും. ബാക്കി മുഴുവൻ അത് വെറുതെ കിടക്കുകയാണ്. അങ്ങനെയുള്ള ഒരുപാട് കെട്ടിട സമുച്ചയങ്ങൾ നമുക്കുണ്ട്. ആ കെട്ടിട സമുച്ചയങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നില്ല എന്ന് മാത്രമല്ല, നമ്മുടെ ഈ കെട്ടിടങ്ങൾ കേവലം ഈ സമയത്ത് മാത്രം പ്രവർത്തിക്കുമ്പോൾ 100 കുട്ടികൾ മദ്രസയിൽ വന്ന് ചേരുന്നുവെങ്കിൽ അതിൽ 50 കുട്ടികളും 5ാം ക്ലാസ്സിൽ വെച്ച് നിർത്തുന്നു. 7ാം ക്ലാസ്സിലേക്ക് അതിന്റെ പകുതി മാത്രം എത്തുന്നു. 8, 9, 10, 20% കുട്ടികൾ മാത്രം എത്തുന്നു. 100 കുട്ടി 1ാം ക്ലാസ്സിലുണ്ടെങ്കിൽ 20 കുട്ടികൾ മാത്രമേ 10ാം ക്ലാസ്സിലുണ്ടാവൂ. നിങ്ങളൊക്കെ മദ്രസയുടെ ഭാരവാഹികളാണ്. പ്രിയപ്പെട്ട മുഅല്ലിം സഹോദരങ്ങൾ പലരും മദ്രസ നടത്തുന്നവരാണ്. നിങ്ങളുടെ മദ്രസയിലെ കണക്ക് നിങ്ങൾ കൃത്യമായി പരിശോധിച്ച് നോക്കൂ. 90% മദ്രസകളിലും ഇതാണ് അവസ്ഥ. മെച്ചുറാകുന്ന സമയത്ത്, മറ്റൊരു ഭാഷയിൽ പറഞ്ഞാൽ റഷീദായി ബുലുവാകുന്ന സമയത്ത് കുട്ടികൾ മതം പഠിക്കുന്നില്ല. അവർ കേവലം ഭൗതികതയിലേക്ക് മാത്രം പോവുകയാണ്.
ഈ ഒരു മാറ്റം നമ്മുടെ കുട്ടികളിൽ ചെലുത്തുന്ന സ്വാധീനം ചെറുതല്ല. അവിടെ നമ്മൾ പഠിക്കേണ്ട പ്രധാനപ്പെട്ട ഒരു കാര്യം, ഈ 15 വയസ്സിന്റെ മുമ്പ് അഥവാ മദ്രസയിൽ ഒരു 5 അല്ലെങ്കിൽ 7 കഴിഞ്ഞ് കുട്ടി പിന്നെ പോകുമ്പോൾ ആ കുട്ടി കേവലം ഭൗതിക വിദ്യ മാത്രമാണ് പഠിക്കുന്നത്. മുമ്പുള്ള സാഹചര്യത്തിൽ നിന്നും ഇന്ന് കാലഘട്ടത്തിൽ ഒരുപാട് മാറ്റം സംഭവിച്ചിട്ടുണ്ട്.